എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിൻ്റെ ഒരു അഞ്ചാമത്തെ പാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്, സീ വേൾഡിൻ്റെ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഡോൾഫിൻ ഷോയും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് എല്ലാ ബേഡ്സിനെയും ഒരു ഒരു കുടകയിൽ കൊണ്ടുവന്നേക്കുവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു നാട്ടിൻപുറത്ത് ചെല്ലുന്ന പച്ചപ്പും ഹരിതാവും ഒക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡോൾഫിൻ്റെ കേജും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇത് നമ്മുടെ ഫൈനൽ വീഡിയോ ആണ് സീ വേൾഡ് അബുദാബിയുടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരം പക്ഷികളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വലിയൊരു കേജിൻ്റെ അകത്താണ് ഒരു കൂട് പോലെ സെറ്റ് ചെയ്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത്. ദൂരെ കാണുന്ന ഡോൾഫിൻ ഷോ നടന്ന ഏരിയയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൂക്കുപാലങ്ങളും പഴയ രീതിയിലുള്ള തൂക്കുപാലങ്ങളും അതുപോലെ എല്ലാ രീതിയിലും അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ശീതീകരിച്ച ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ചെറിയ അരുവികൾ തൊട്ട് പലതരം പക്ഷികളെ വരെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ കോഴി, താറാവ്, പലതരത്തിലുള്ള കൊക്കുകൾ എല്ലാം നമുക്കിവിടെ കാണാം. പണ്ട് പാടങ്ങളിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കൊക്കുകളൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കാടിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പല വൃക്ഷങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് നമ്മുടെ ഡോൾഫിൻ്റെ ഷോയിൽ കണ്ടിരുന്ന ഡോൾഫിനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് തൊട്ട് ബാക്കിലുള്ള വലിയൊരു അക്വേറിയം, വലിയൊരു വാട്ടർ ഒരു ടാങ്ക് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഡോൾഫിനെ കാണുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ഡോൾഫിൻ ഷോയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒക്കെ ഒരു സ്റ്റേഡിയം പോലെയാണ് അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള തത്തകളും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ നമ്മളൊരു ഒറിജിനാലിറ്റി രീതിയിലാണ് ഓരോ കാര്യങ്ങൾ, വൃക്ഷങ്ങളായാലും മരങ്ങളായാലും എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഈ മരങ്ങളൊക്കെ കണ്ട് നാട്ടിൻപുറങ്ങളിൽ കാണുന്ന വലിയ ആൽമരത്തിന്റെ കൂട്ടത്തിലുള്ള അത്രയും പൊക്കത്തിലാണ് ഈ മരങ്ങൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഒറിജിനായിട്ട് വലിയ രീതിയിലുള്ള മരങ്ങളാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഡോൾഫിൻ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള പ്രാക്ടീസ് ഏരിയ ആണ് നടക്കുന്നത്. ഡോൾഫിന്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്, തൊട്ട് ബാക്കി കാണിക്കുന്നത്. അപ്പോൾ ഡോൾഫിന്റെ പരിശീലനവുമായിട്ട് ആ ഡോൾഫിനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ സീ വേൾഡിന്റെ അഞ്ചാമത്തെ ഒരു പാർട്ടാണ് ഈ കാണുന്നത്. ഇത് ഫൈനൽ വീഡിയോ ആണ്. ഇതിന് തൊട്ട് മുമ്പ് ഒരു 4 പാർട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കാണാത്തവർ കാണുക. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ലാസ്റ്റ് ഫൈനൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നടന്ന് നേരെ പോകുന്നത് ഫ്ലെമിംഗ് ബേഡ്സിൻ്റെ അടുത്തേക്കാണ്. തൊട്ടപ്പുറത്ത് കാണാൻ പോകുന്നത് ഫ്ലെമിംഗ് ബേഡ്സുകളാണ്.
അപ്പോൾ അത് ഡോൾഫിൻ്റെ പോണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിനി കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഫ്ലെമിംഗ് ബേർഡ്സിനെയൊക്കെ കണ്ട് അത് കുറേ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. വളരെ കളർഫുള്ളായിട്ടൊരു ബേർഡ്സാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ടിനി നമ്മളിപ്പോൾ ഇനി അടുത്തൊരു സെക്ഷനൊക്കെ പോകുന്നത് ഈ ആയിരക്കണക്കിന് വരുന്ന വാട്ടർ ടാങ്കിനുള്ളിൽ ജീവിക്കുന്ന ജന്തുജീവികളെ കുറിച്ചുള്ള പഠനത്തിനും അതുപോലെ അതിൻ്റെ ചികിത്സയ്ക്കും വേണ്ടിയുള്ള വലിയൊരു ഹോസ്പിറ്റലാണ്. ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ, ജീവികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ സീ വേൾഡിൻ്റെ ഏറ്റവും അണ്ടർഗ്രൗണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ഓപ്പറേഷൻ തിയേറ്ററുകളായാലും എല്ലാ രീതിയിലും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിന് തൊട്ടടുത്തുള്ളത് നമുക്കൊരു മെയിൻ പോയിന്റിലോട്ട് നമ്മൾ ചെന്നെത്തുന്നത്. ഇതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഓരോ ബെഡ്സിനും ഓരോ ചികിത്സയും കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന റൂമുകളും കാര്യങ്ങളും ഒരു ഹോസ്പിറ്റൽ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ ഫൈനലി നമ്മൾ സീ വേൾഡിൻ്റെ സെൻട്രൽ പോയിൻ്റായ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഇവിടെ നിന്നാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു 5 പാർട്ടായിട്ട് കണ്ട വീഡിയോസിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഈ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്നാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന വീഡിയോയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.